കറി വെക്കാൻ കരിമീനാണ് കേട്ടോ കിട്ടിയേക്കുന്നത്. അപ്പൊ നമുക്കിന്ന് കരിമീൻ കറി വെക്കാം. കുറച്ച് കുടംപുളി വെള്ളത്തിലിട്ട് തിളപ്പിച്ച് വെക്കാം കേട്ടോ. നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 3 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. കാശ്മീരി മുളക് പൊടി 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് വെക്കാം. ചൂടായ ചട്ടിയിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. കുറച്ച് ഉള്ളി ഇട്ട് കൊടുക്കാം. നല്ലവണ്ണം വഴറ്റി കൊടുക്കാമേ. ഉള്ളി ഒന്ന് വഴണ്ട് വരുമ്പോഴത്തേക്കും നമുക്ക് ഇതേ മുളക് ഇട്ട് കൊടുക്കാം. നല്ലവണ്ണം ഒന്നായി വരുമ്പോ അതിലേക്ക് നമുക്ക് തിളപ്പിച്ച് വെച്ചിരിക്കുന്ന പുളി ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. ഉപ്പിട്ട് കൊടുക്കാം. ഇതൊന്ന് തിളച്ച് വരട്ടെ. ഇത് തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതാ മൂടി വെച്ച് കൊടുക്കാമേ. അപ്പൊ അതേ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഉപ്പും പുളിയൊക്കെ ഒന്ന് നോക്കാമേ. നല്ല എരിവുണ്ട് ഗൈസ്. അല്ല അടിപൊളി സ്പൈസിയാണ് ഗൈസ്. എന്നാ കൊഴുപ്പുള്ള ചാറൊക്കെയാണ് കേട്ടോ. അതുണ്ടാ തേങ്ങാപ്പാലാണ് ഒഴിച്ചേക്കുന്നത്. അപ്പൊ നമ്മുടെ കരിമീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളി കരിമീൻ കറി. കുറച്ച് കപ്പപ്പുഴുക്കോ ചക്കപ്പുഴുക്കോ ഒക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. ചോറിന്റെ കൂടെ അടിപൊളിയാണ് കേട്ടോ. ഇത് ചോറിന്റെ കൂടെ കഴിക്കാൻ വെച്ചതാണേ. ചൂട് ചോറ്, നമ്മുടെ കരിമീൻ കറി, ക്യാബേജ് മെഴുക്ക് വരട്ടി, പച്ചമുളക് ഉണ്ടായില്ല അതുകൊണ്ട് ചുവന്ന മുളക് ഇട്ടുകൊണ്ടോ, ഇഞ്ചിക്കറി, ഏത്തപ്പഴം കാളൻ. അപ്പൊ ഇത്രയാണ് നമ്മുടെ ഫുഡ് കഴിക്കാം. പിന്നെ നമ്മുടെ കിവി ഫ്രൂട്ട്